ഓമേ ഈ മുറ്റത്ത് നിൽക്കുന്ന തെങ്ങിന് എങ്ങനെയാ ഈ ചോട് പോലെ ഇങ്ങനെ ചെതലത് കയറുന്നത്? ഇത് നിങ്ങൾ അടിയും വാരം ഒന്നും ഇല്ലല്ലോ. അത് pH കറക്റ്റ് ആകുന്നതുകൊണ്ടാണ് ഈ സംഭവം ചെതല് കയറുന്നത്. ചെതല് കയറുന്ന എല്ലാ മരത്തിനും pH എന്റെ നിരീക്ഷണത്തിൽ കറക്റ്റ് ആയിരിക്കും. മണ്ണിലെ pHല് അതിന്റെ വളമെടുക്കാനുള്ളതും ചെടിയുടെ കരുത്തും എല്ലാം തുല്യമായിരിക്കും. അത് നമ്മൾ റബ്ബർ മരമാന്ന് പറഞ്ഞാലും ചിലപ്പോൾ ചെമ്പരത്തിയിലാന്ന് പറഞ്ഞാലും റബ്ബർ മരത്തിലും ഈ തെങ്ങ് കവുങ്ങ് ഇങ്ങനെയുള്ള എന്നാൽ എല്ലാത്തിലും കയറുന്നില്ല. എന്റെ റബ്ബർ തോട്ടത്തിൽ ഇങ്ങനെ മുഴുവൻ റബ്ബറിൽ ഇങ്ങനെ ഈ ചെതൽ പിടിക്കുക. അത് വെട്ടണമെങ്കിൽ അത് ടാപ്പ് ചെയ്യണമെങ്കിൽ തൂത്ത് കളഞ്ഞിട്ട് അതിൽ അതിന്റെ വള്ളി വരെ കാർന്നു കഴിഞ്ഞു. ആ റബ്ബർ മരത്തിന് ഉത്പാദനം എങ്ങനെയുണ്ട്? നല്ല പാലാണ്. ഇപ്പൊ കണ്ടോ എന്ന് പറഞ്ഞാൽ ഈ തെങ്ങ് കണ്ടോ, ഈ തെങ്ങിന്റെ നല്ല അതേസമയം അടുത്ത് നിൽക്കുന്ന തെങ്ങാരി ഇല്ല. ഞാൻ അവിടെ pH മീറ്റർ വെച്ച് നോക്കി, അത് 4 കിടക്കുന്നു. അല്ല 4 അല്ല 5 കിടക്കുന്നു. ശരി ശരി. ഇത് 6നും 7നും ഇടയിലായിട്ടാണ് വന്നിരിക്കുന്നത്. നല്ല കാഫലവും ഉണ്ട്. അപ്പൊ ഞാൻ നിരീക്ഷിച്ച് സംശയം തോന്നി, ഞാൻ നിരീക്ഷിച്ച് നോക്കിയിട്ട് ഞാൻ pH മീറ്റർ വെച്ച് നോക്കി. അപ്പം കൃത്യമായിട്ട് കണ്ടു. ഉണങ്ങിയ വൃക്ഷങ്ങളുടെ കുറ്റിയിലെല്ലാം ചതല് പിടിക്കുന്നുണ്ടല്ലോ. അതിന് അന്നേരം അവിടുത്തെ pH എങ്ങനെയാ സംഗതി? അത് കറക്റ്റ് ലെവൽ, മണ്ണ് ശുദ്ധമായും കറക്റ്റ് ലെവലിലുള്ളതായിരിക്കും ആ ചെടി അന്നേരം. അതിലെന്തെങ്കിലും വിഷാംശം ഉണ്ടെങ്കിൽ ആ സാധനം അവിടെ ചെതിൽ കയറുകയല്ല. അപ്പോൾ ഇതെല്ലാം ചെടി മരിച്ചു കഴിഞ്ഞ് കഴിയുമ്പം അതിൻ്റെ അകത്തെ കറക്റ്റ് ലെവലിലേക്ക് വന്നിരിക്കും. ജലാംശം വലിഞ്ഞു പോകും. പിന്നെ അത് ഭൂമിയിലേക്ക് ഡിസ്പോസ് ആയി പോയിക്കൊണ്ടിരിക്കുക. ആ സംഭവത്തെ ഡിസ്പോസിലേക്ക് ആക്കാൻ പറ്റും. മനുഷ്യന് അത് ജീവനുള്ള മനുഷ്യനെ, മൃഗങ്ങളെ, പക്ഷിമൃഗാദികളെ ഒഴിച്ച് ബാക്കിയുള്ള ഭൂമിയിലുള്ള സകലതിനെയും ഭൂമിയിലേക്ക് ലയിപ്പിച്ചു തരുന്ന, കൊണ്ടുപോകാൻ വേണ്ടി പ്രകൃതി തന്നിരിക്കുന്ന ഒരു സാധനമാണ്. ശരിക്കും പറഞ്ഞാൽ ഭൂമിയിലേക്ക് കൊണ്ടുപോകുന്ന, ഭൂമിയായിട്ട് ലയിപ്പിച്ച് ചേർക്കുന്നവനാണ് ചെതല്. അപ്പം ഇതെന്തിനാ അന്നേരം ജീവനുള്ള സാധനമല്ലേ? കറക്റ്റ് pH എന്ന് പറയുന്നത് മനുഷ്യന്റെ വൃക്ഷത്തിന്റെ ഏറ്റവും നല്ല അവസ്ഥയിൽ നിൽക്കുന്നിടത്ത് ചെതില് കയറും. അപ്പൊ നമ്മൾ ചോദിക്കും ഭിത്തിയെ കയറുന്നില്ല എന്ന്. ഭിത്തിയെ കയറുന്നില്ലേ? അതും പറഞ്ഞില്ല. അതവിടെ മരിച്ചിരിക്കുന്ന സംഭവമാണ്. അവനെ ഡിസ്പോസ് ചെയ്ത് കളയാൻ വേണ്ടിയാണ് കയറിക്കൊണ്ടിരിക്കുക. അത് നമുക്ക് ദൂഷ്യമായിട്ട് വരും. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട ജീവനുള്ള വൃക്ഷങ്ങളിൽ ചതില് കയറുന്നുണ്ടെങ്കിൽ ആ വൃക്ഷങ്ങൾ നല്ല കാഫലമുള്ളതായിരിക്കും, അല്ലെങ്കിൽ നല്ല ഈൽഡ് തരുന്നതായിരിക്കും, നല്ല ലെവലിലുള്ള ഗ്രോത്ത് ഉള്ളതാണെന്ന് എനിക്കിതിന്ന് മനസ്സിലായിരിക്കും.